നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് വേദം നന്ദിനിയോട് പറഞ്ഞു, നന്ദിനി അടുത്ത് ഒറ്റ കാരണം ഇപ്പം വിശ്വമായിട്ട് ശ്രീജേടത്തി അടിക്കാൻ കാരണം നന്ദിനി അടുത്ത് വേണ്ടാത്ത വർത്താനങ്ങളൊക്കെ പറഞ്ഞോണ്ടല്ലേ. അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തെന്ന്? ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ. നന്ദിനിയടുത്ത് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ട് അമ്മയും കൂടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം നന്ദിനിയടുത്ത് തർക്കിക്കാൻ നോക്കണ്ട. അല്ല, ഇതൊക്കെ പറയാനായിട്ട് നന്ദിനിയടുത്തേക്ക് എന്ത് യോഗ്യതയുള്ളേ? ഓഹോ, അപ്പൊ നീ എന്റെ നിരക്ക് തിരിയുവേണോ? ഇപ്പൊ ഞാൻ ഏതാണ്ട് വലിയ തെറ്റ് എന്ന് പറഞ്ഞ പോലെയാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞ് ശരിയല്ലേ വേദേ? ഈ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടേ കൊടുക്കണേ എന്റെ വിനയേട്ടൻ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ അച്ഛനും നിന്റെ ഭർത്താവ് വിക്രവും അതുപോലെ തന്നെ വിശ്വേട്ടനും ഒന്നും കൊണ്ടേ കൊടുക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞു ഉള്ളത് തന്നെയാ. ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. അതെ, നിങ്ങളുടെ ഭർത്താവ് കൊണ്ടേ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു വിനയേട്ടൻ. എന്ത് കൊണ്ടേ കൊടുക്കുന്നുണ്ടെന്നാ? കൊടുക്കുന്നതിന്റെ കണക്കൊന്നും കൂടുതൽ പറയാതിരിക്കും നല്ലത്. ഇവിടെ എല്ലാവർക്കും അതൊക്കെ അറിയാം. പിന്നെ അതിനേക്കാളും കൂടുതലായിട്ട് മുക്കുന്ന കാര്യത്തെക്കുറിച്ചും അറിയാം. നല്ല കോളൊത്ത് കഴിയുമ്പോൾ അതിക്കൂട്ട് എന്തെങ്കിലും ഒരിച്ചിട്ട് നക്കാപ്പിച്ച കൊണ്ടേ കൊടുക്കുക മാത്രം ചെയ്യും. ബാക്കി നന്ദിനിയടുത്ത് കയ്യിലേക്ക് കൊണ്ടേ തരുവല്ലേ ചെയ്യുന്നേ. അത് മാത്രമല്ല, നന്ദിനിയടുത്ത് ഇവിടെ ചെയ്തു കൂട്ടുന്നൊക്കെ എന്താ? സ്വന്തമായിട്ട് മുറി കയറി ഇരുന്ന് കഥ കളിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരു വീട്ടില് ഏതെങ്കിലും ഒരു വീട്ടിൽ നടക്കുന്ന കാര്യമാണോ അത്? ഒരു വീട്ടിൽ എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുത്ത് കഴിക്കുന്നതിന് പകരം ഭർത്താവ് കൊണ്ടേ തരുന്നു. അത് ഭാര്യ മുറി വെച്ച് ഇരുന്നു. അത് ഞങ്ങളാരും ഒന്നും ചോദിക്കാനും പറയാനും വരുന്നില്ല. കാരണം ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നന്ദിനിയടുത്ത് അത്രയ്ക്ക് തന്നിഷ്ടം കാണിച്ചിട്ടും ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കാനോ പറയാനോ വരാത്ത സാഹചര്യത്തിൽ നന്ദിനിയടുത്തേക്ക് എന്ത് യോഗ്യതയുള്ളേ വിശ്വനെ കുറ്റപ്പെടുത്തി സംസാരിക്കാനായിട്ട്? പിന്നെ നന്ദിനിയടുത്തിന്റെ ഭർത്താവ് കൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അച്ഛൻ ചെലവാക്കുന്നുണ്ട്. പിന്നെ അറിയാലോ ഇവിടെ ആരാ അടുക്കളയിലേക്ക് വിടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതെന്ന്. അതെല്ലാം അച്ഛനാ. അച്ഛന്റെ ചെലവിൽ തന്നെ ഇപ്പോഴും വിശ്വട്ടം കഴിയുന്നത്. അല്ലാതെ നന്ദിനിയടുത്തിയുടെ ഭർത്താവിൻ്റെ ഒന്നുമല്ല. അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം. അപ്പോഴേക്കും നന്ദിനി ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. ഇനി ഇമ്മാതിരി വർത്താനം പറഞ്ഞ് വന്നാണ്ടല്ലോ, മറ്റുള്ളവർ കേട്ട് നിൽക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ കേട്ട് നിന്നെന്ന് വരത്തില്ല നന്ദിനിയടുത്തി. ആ സമയത്ത് കമല പറഞ്ഞു, ഇവളോട് ഞാൻ കുറേ പറഞ്ഞ വേണ്ടാന്ന്. അപ്പോൾ അവൾക്ക് തൃപ്തിയായി കാണുമല്ലോ നിനക്ക്. ഇവർ തമ്മിൽ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ. അല്ലമ്മ, അത് പിന്നെ നീ കൂടുതലും മിണ്ടല്ലോ നന്ദിനി. കമല വിനായകനോട് പറഞ്ഞു, നിനക്ക് നിന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ നീ ഭർത്താവെന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ നടക്കണേ? അല്ല, ഇവളെന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് തിരുത്താനാണ് ശ്രമിക്കുന്നത്. നീ ഇവളും കൂടെ ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് അറിയാം. വേദ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. നന്ദിനിയടുത്തേക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും വീട് വിട്ടു പോകണം. അതിനുവേണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുമല്ലേ? ഇഷ്ടം പോലെ പൈസയൊക്കെ കൈ കാണുമായിരിക്കും. പൂത്ത് വെച്ചിരിക്കുന്ന ബാങ്കിലിട്ടിരിക്കുന്നൊക്കെ. അതൊക്കെ കൂട്ടിച്ചേർത്ത് വീട് സ്ഥലവും മേടിക്കാൻ പ്ലാൻ ചെയ്ത് കാണും. അപ്പം ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങളാരും തടയല്ലേ. ഉടക്കുമായിട്ട് വരില്ല. അതിനു വേണ്ടിട്ടല്ലേ. എന്റെ ഭഗവാനെ, എന്തൊക്കെയാ വേദ നീ പറയുന്നേ? കള്ളത്തരം മൊത്തം പുറത്തു വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നന്ദിനിക്ക്. ഈ സമയം വേദ പറഞ്ഞു, അതെ, ഇനിയിപ്പം ഞാൻ പറഞ്ഞത് നന്ദിനിയടുത്തേക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നന്ദിനിയടുത്തി വളരെ വിദഗ്ധമായിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ള കാര്യം ഞങ്ങൾക്കെല്ലാം പകൽ പോലെ വ്യക്തമാണ്. നന്ദിനിയടുത്ത് ദുരുദ്ദേശം മനസ്സിലായി. ഇനി കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. പിന്നീട് വിശ്വത്തോട് പറഞ്ഞു, വിശ്വൻ ഇന്നലെ എന്താണ് ചെയ്ത് രാത്രി തെറ്റായിപ്പോയി. ഒരു കാരണവശാലും ശ്രീജേടത്തെ തല്ലാൻ പാടില്ലായിരുന്നു. ശ്രീജേടത്തെ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ? കല്യാണം കഴിഞ്ഞ് വന്ന് ഇത്രയും കാലമായി. പക്ഷെ ഇന്ന് വരെ വിശ്വനോടൊരു പരാതിയും പരിവായിട്ട് വന്നിട്ടുണ്ടോ? ശ്രീജേടത്തേക്ക് ആഗ്രഹം കാണത്തില്ലേ എല്ലാ പെൺകുട്ടികളെ പോലെ ഭർത്താവിനോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ? ഒത്തിരിയൊന്നും ആഗ്രഹിക്കുന്നില്ലല്ലോ. അതുപോലും വിശ്വന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത്രയും കാലം ഒന്നും ചോദിച്ചില്ല. പക്ഷെ നന്ദിനിയടുത്തിന്റെ കുത്തുവാക്കുകൾ കേട്ടപ്പോൾ അല്ലേ ചോദിച്ചേ. അതിന് ശ്രീജേടത്തിയെ തല്ലേണ്ട കാര്യമുണ്ടോ? അമ്മയോ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? ഇന്ന് വരെ ഒരാണ് ഈ വീട്ടിലെ പെണ്ണുങ്ങളുടെ നേരെ കൈപൊക്കിയിട്ടില്ലെന്ന്. വിശ്വൻ പറഞ്ഞു, അത് പിന്നെ പറ്റിപ്പോയി വേദേ. പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാടം ചെയ്ത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ശ്രീജേടത്തിയുടെ അരിയിൽ. ശ്രീജേടത്തി അതിന് മാത്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിശ്വൻ പറഞ്ഞു, അത് പിന്നെ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. വിശ്വൻ ആദ്യം ഒരു ജോലി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതാ ചെയ്യണ്ടേ. അല്ലാതെ എന്നെക്കൊണ്ടൊന്നും സാധിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആത്മഹത്യയല്ല പരിഹാരം. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ആർക്ക് സാധിക്കും? പക്ഷെ എങ്കിൽ പിടിച്ചു നിൽക്കാനായിട്ടാ ഇത്തിരി ബുദ്ധിമുട്ട്. ഒരു ജോലി ഉണ്ടാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളത്. അതിന് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യണ്ടേ. വിശ്വയുടെ നല്ലൊരു ജോലിയും നേടി അതുപോലെ തന്നെ അപ്പുമോളെയും കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുകയല്ലേ ചെയ്യണ്ടേ. അല്ലാതെ അതിന് പകരം ശ്രീജേടത്തെയും വീട്ടിൽ കൊണ്ട് വിട്ട് നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാനായിട്ടൊരു കാരണം ഉണ്ടാക്കി വിശ്വേട്ടൻ ആത്മഹത്യ ചെയ്തെല്ലാം തീരുമെന്ന് കരുതിയോ? വിശ്വേട്ടൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്രീജേടത്തേക്ക് കുഞ്ഞിനും ആരാ ഉള്ളത്?
ഇത്രയും കാലം അച്ഛനും അമ്മയൊക്കെ നോക്കി വളർത്തിയതിന് അതിന് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ഒരു നിമിഷം കൊണ്ട് തീരുമാനം എടുക്കാൻ സാധിക്കും, പക്ഷേ ഉണ്ടല്ലോ പിന്നീട് അനുഭവിക്കുന്ന ദുരന്തം എന്താണെന്ന് അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. കുറേ അങ്ങനെ വേദ പറഞ്ഞു. ഈ സമയം മാഷും കമലയൊക്കെ ഇത് ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. അവർ പോലും പ്രതീക്ഷിച്ചില്ല വേദ ഇങ്ങനെയൊക്കെ പറയുന്ന. ഒടുവിൽ വിശ്വം പറഞ്ഞു, എൻ്റെ തെറ്റാ, ഞാൻ അവളോട് ക്ഷമ ചോദിക്കാം. ഇനി മേലെ ക്ഷമ ചോദിക്കുക മാത്രമല്ല, ശ്രീജേടത്തി അടിക്കാനോ അല്ലെങ്കിൽ ശ്രീജേടത്തി നേരെ കൈവെക്കാനോ വരുവോ അല്ലെങ്കിൽ ശ്രീജേടത്തിയെ വിഷമിപ്പിക്കുകയോ ചെയ്യില്ല, ദൈവം പോലും പൊറുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദ നന്ദിനിയോട് പറഞ്ഞു. ഇനി നന്ദിനിയടുത്ത് ഇമ്മാതിരി വർത്തമാനം പറഞ്ഞ് വന്നെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. അതും പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് കയറിപ്പോയി. നന്ദിനി ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മുറിയിലേക്ക് വിഷം വന്നു. ഈ സമയം ശ്രീജ മുറിയിലിരുന്ന് കരയുവായിരുന്നു. ശ്രീജിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല വേദ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. പിന്നീട് വിഷം വന്നിട്ട് എന്നോട് ക്ഷമിക്കുക, എനിക്ക് ഇന്നലെ അങ്ങനെ സംഭവിച്ചു പോയി. നന്ദിനി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയതാ. ഞാൻ ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നിനക്കറിയാലോ ഞാൻ എന്താ ഏതാന്നൊക്കെ. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, സാരമില്ല വിശ്വേട്ടാ, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്തേലും ജോലി അന്വേഷിച്ച് ഞാൻ പൈസ കൊണ്ട് തന്നോളാം. ഇനിയിപ്പം ആ കാര്യത്തിൽ നിനക്കൊരു ടെൻഷൻ വേണ്ട. എന്നാലും വിശ്വേട്ടൻ ഇങ്ങനെയൊക്കെ നാണം കിടന്ന് കാണുമ്പോൾ ആ ഒരു സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. എല്ലാവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നന്ദിനി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനൊരു ഭാര്യയല്ലേ, ഭാര്യ എന്ന നിലയിൽ എനിക്ക് എത്രമാത്രം വേദന ഉണ്ടായി കാണും. ഈ അപമാനം സഹിച്ച് ഇത്ര കാലമായി ഞാൻ പകുതി കാര്യങ്ങൾ ഞാൻ വിശ്വേട്ടനെ പറയാതിരുന്ന. അച്ഛനും അമ്മയൊന്നും പറയുന്നില്ലെങ്കിലും പക്ഷേങ്കിൽ നന്ദിനി അടുത്ത് അങ്ങനെയല്ല. വന്ന കാലം മുതൽ നന്ദിനി അടുത്തില്ല, നന്ദിനി അങ്ങനെയൊന്നുമല്ല, വന്ന കാലം മുതൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എത്രയെന്ന് കണ്ട വിശ്വേട്ട സഹിക്കുന്നേ? ഏതൊരു പെണ്ണ് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. അതുകൊണ്ടാണ് പറഞ്ഞേ, വിശ്വേട്ടന് പറ്റില്ലെങ്കിൽ പറ, ഞാനാണെങ്കിലും എന്തെങ്കിലും ജോലിക്ക് പോയിക്കോളാം. വേണ്ട, നീ അങ്ങനെ ജോലിക്ക് പോണ്ട, എന്താ വേണ്ടതെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് വേദ മുറിയിലേക്ക് എല്ലുവാണ്. ആ സമയത്ത് വിക്രം ഇങ്ങനെ വേദനെ നോക്കി എന്നിട്ട് പറഞ്ഞു, കൊള്ളാലോ എന്ന് പറഞ്ഞു. എന്ത്? അല്ല, എനിക്ക് നന്ദിനി അടുത്തിട്ട് പറഞ്ഞു അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ഓ, അതാണ് ആ കാര്യം. ഇതേ വിക്രസ്വാമി, എനിക്കൊരു കാര്യം പറയണ്ടെന്ന് പറയണേ. എന്താ പറയാനുള്ളത്? അത് പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ശ്രീജേടത്തിൻ്റെ വിശ്വേട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്താ, വിശ്വേട്ടൻ ജോലിയുടെ കാര്യം വേണം. വിശ്വേട്ടൻ്റെ ജോലിയുടെ കാര്യം മാത്രമല്ല, ശ്രീജേടത്തിക്കും വേണം. ശ്രീജേടത്തിക്കോ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ചായപ്പിൽ ഒരു കുടിൽ വ്യവസായം തുടങ്ങാന്ന്. കുടിൽ വ്യവസായം പോലെ ചെറിയൊരു സംരംഭം. അതാകുമ്പോൾ വിശ്വേട്ടന് ആരുടെയും കീഴിൽ പോയി ജോലി ചെയ്യേണ്ട വരത്തില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് വിശ്വേട്ടന് ശ്രീജേടത്തിക്കൂടെ ചെയ്യാവുന്നുള്ളൂ. കറിപ്പൊടികളും അങ്ങനെയുള്ള അച്ചാറുകളും സാധനങ്ങളൊക്കെ. അല്ല, അത് നീ സീരിയസ് ആയിട്ട് തീരുമാനിച്ചോ? അതെ, ഞാൻ അതിന് തീരുമാനിച്ചു. അല്ല, അതിനൊക്കെ കുറേ പൈസ ആവില്ല വേദ? പൈസ ആയാലും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ലോൺ സംഘടിപ്പിക്കാം. പിന്നെ അവർ കുറേശ്ശെ തിരിച്ചടച്ചാൽ മതിയല്ലോ. അല്ല, എനിക്ക് സപ്പോർട്ടായിട്ട് എന്നോടൊപ്പം നിൽക്കണം. വിക്രസ്വാമിക്ക് അത് പറ്റുമോ? അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അത് പിന്നെ ഞാൻ എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കെന്ത് ബുദ്ധിമുട്ട്? വിശ്വേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് എപ്പോഴും വിഷമമാണ്. കാരണം വിശ്വേട്ടൻ എന്നെ അത്രയ്ക്ക് സ്നേഹമായിരുന്നു. മുമ്പും അതെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വിനയേട്ടനെ പോലെ അല്ലേ വിശ്വേട്ടൻ്റെ സ്വഭാവം. അതുകൊണ്ട് വിശ്വേട്ടൻ്റെ ഒരു നല്ല കാലം വരുന്ന കാണാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അവർക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഞാൻ ഉറപ്പായിട്ടും നിന്നോടൊപ്പം കൂടെ ഉണ്ടായിരിക്കും. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അത് മതി, ആ സപ്പോർട്ട് മതി, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് പിറ്റേ ദിവസം പതിവ് പോലെ വിക്രം രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പം കമലയ്ക്കൊക്കെ ഒരു സന്തോഷം തോന്നി. വിക്രത്തിന് നല്ല മാറ്റമുണ്ട്. മലയ്ക്ക് പോകാൻ മാല ഇട്ടതിന് ശേഷം. അതിനുശേഷമാണ് വർക്ക്ഷോപ്പിലേക്ക് പോകുന്നത്. ആ സമയം വേറെ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ വിക്രം മലയ്ക്ക് പോയി വരുന്നതിനും മുമ്പ് വരെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. വിക്രം നിരപരാധി എന്നുള്ള കാര്യം എല്ലാവരുടെ മുന്നിൽ തെളിയിക്കണം. അതോടൊപ്പം തന്നെ ശ്രീജേടത്തിനും വിശ്വേട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ വേറെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അപ്പം നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ശേഷമുള്ള കഥകളും കാര്യങ്ങളൊക്കെ, ഇനി വരുന്ന ആഴ്ചയിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അത് കാണാത്തവർ മറക്കാതെ അതും കൂടെ കയറി കാണണം കേട്ടോ. ഇനി വരുന്ന ഓരോ ദിവസങ്ങളും ഉദ്യോഗജനകമായ നിമിഷങ്ങളിലൂടെയായിരുന്നു കടന്നു പോകുന്നത്. വേറെ എന്താണെങ്കിലും നല്ല പണി തന്നെ വിനായകന് കൊടുക്കുന്നുണ്ട്. നന്ദിനിയുടെ അഹങ്കാരം അവസാനിപ്പിക്കുന്നുണ്ട്. കുറേ നാളായി നന്ദിനി അഹങ്കരിച്ച് നടക്കുന്നത്. താനാണ് ഇവിടുത്തെ വലിയ ആള്, തൻ്റെ ഭർത്താവ് മാത്രമേ വീട്ടിലേക്ക് ചെലവിന് കൊടുക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും വെറുതെ ഇരുന്ന് ഉണ്ണുവാന്നൊക്കെ ചിന്തയുണ്ടായിരുന്നു. ആ ചിന്തകളൊക്കെ തെറ്റാന്ന് തെളിയിക്കുകയാണ് വേദ. അപ്പോൾ അതിൻ്റെ നല്ല വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.